ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 1 മൊഡ്യൂൾ 3ലെ ടോപ്പിക്കായ സ്ട്രെയിൻ എനർജി മെത്തേഡ് ആണ്. സ്ട്രെയിൻ എനർജി മെത്തേഡിൽ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, ട്രസ്സസ് ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആൻഡ് ഫ്രെയിംസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 ആൻഡ് 2. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 ആൻഡ് 2 വരുന്ന ബീംസിന്റെയും ഫ്രെയിംസിന്റെയും സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത അനാലിസിസ് പ്രൊസീജിയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ്, അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് ഫ്രെയിംസ് വിത്ത് ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1. ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1 വരുന്ന ബീംസിന്റെയും ഫ്രെയിംസിന്റെയും അനാലിസിസ് പ്രൊസീജിയർ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, determine the degree of external indeterminacy. നമുക്കറിയാം ബീംസിന്റെയും ഫ്രെയിംസിന്റെയും കേസിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് IE is equal to capital R minus small r, where capital R is the number of unknown reactions and small r is the number of equilibrium equations. So analysis strain energy method le analysis procedure le first step ennu parayunnathu determine the degree of external indeterminacy IE. Then second step, fix the redundant force capital R. Redundant force capital R fix cheya. Adayithu നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1 ആണ് കിട്ടുന്നതെങ്കിൽ ആ സ്ട്രക്ചറിൽ ഒരു റിഡണ്ടന്റ് ഫോഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ അൺനോൺ റിയാക്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം റിഡണ്ടന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ. Then third step, apply equilibrium equation in strain energy method. Then third step എന്ന് പറയുന്നത് strain energy methodലെ equilibrium equation apply ചെയ്യാം. നമുക്ക് given structural ഒരു redundant force ഉള്ളൂ, which means structural ഒരു unknown force ആണ് ഉള്ളത്. അപ്പോ ഒരു equilibrium equation യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ അൺനോൺ ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 വരുന്ന സ്ട്രക്ചറിന്റെ കേസസിൽ ഒറ്റ equilibrium equation മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. സോ നമ്മുടെ equilibrium equation എന്ന് പറയുന്നത് 1 by EI into integral m dm by dr into dx is equal to 0. ഓക്കെ. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് m എന്ന ടേം വേണം, dm by dr എന്ന ടേം വേണം. അത് കിട്ടാനായിട്ട് നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡിലൊക്കെ ചെയ്തതുപോലെ ഒരു ടാബുലാർ കോളം വരയ്ക്കുക. ആ ടാബുലാർ കോളത്തിൽ പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ M, dm by dr, m into dm by dr, ഇത്രയും ടേംസ് ഉണ്ടായിരിക്കണം. ഓക്കെ. പോർഷൻ എടുക്കുന്നത് നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ഡിസ്കസ് ചെയ്ത സെയിം മെത്തേഡ് ആണ്. ഓരോ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. തന്നിക്കുന്ന ബീമിനെ ഓരോ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റിനെ ഒറിജിൻ ആയിട്ട് സെറ്റ് ചെയ്യുക, ലിമിറ്റ് എടുക്കുക. മൊമെന്റ് എടുക്കുന്നത് എപ്പോഴും ഒറിജിനിൽ നിന്നും x ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുക. ദെൻ നമുക്ക് കിട്ടുന്ന മൊമെന്റിന്റെ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r എടുക്കുക, dm by dr. ദെൻ m into dm by dr ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ടാബുലാർ കോളത്തിൽ നിന്നുമാണ് നമുക്ക് m into dm by dr എന്ന ടേം കിട്ടുന്നത്. Then അതിനെ integrate ചെയ്യുക, 0ക്ക് equate ചെയ്യുക, find the unknown redundant force. Okay. Then last step, നമുക്ക് redundant force കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള unknown reactions calculate ചെയ്യാനായിട്ട് use conditions of equilibrium. So the last step is other reaction components can be calculated by using conditions of equilibrium. ബാക്കിയുള്ള unknown reactionsനെ conditions of equilibrium യൂസ് ചെയ്ത് calculate ചെയ്യുക. Okay. Strain energy methodൽ നമുക്ക് അറിയേണ്ടത് equilibrium equation in strain energy method ആണ്. Okay. Then next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് analysis of beams and frames with degree of external indeterminacy 2. Degree of external indeterminacy 2 വരുന്ന ബീംസിന്റെയും ഫ്രെയിംസിന്റെയും അനാലിസിസ് പ്രൊസീജിയർ ആണ് using strain energy method. So first step തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ find the degree of external indeterminacy. Degree of external indeterminacy calculate ചെയ്യുക using formula IE is equal to capital R minus small r. Then second, fix the redundant force R1 and R2. Degree of external indeterminacy 2 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ രണ്ട് redundant force ഉണ്ടായിരിക്കും. So
അൺനോൺ റിയാക്ഷൻസിൽ നിന്നും ഏതെങ്കിലും രണ്ട് ഫോഴ്സസിനെ റിഡൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. Then third step, apply equilibrium equation in strain energy method. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് strain energy methodലെ equilibrium equation യൂസ് ചെയ്യാം. നമുക്ക് രണ്ട് redundant force ആണുള്ളത്. അതായത് നമുക്ക് രണ്ട് unknown reactions ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് unknown reactions ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് equilibrium equation വേണം. രണ്ട് ഇക്വേഷനിൽ നിന്നുമേ നമുക്ക് രണ്ട് unknowns സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ രണ്ട് equilibrium equation ഉണ്ട്. 1/EI into integral m dm by dr1 into dx is equal to 0. 1/EI into integral m dm by dr2 into dx is equal to 0. Okay, അപ്പോൾ നമുക്ക് മൊമെന്റിനെ r1 ന് with respect to r2 ന് with respect to ഡെറിവേറ്റീവ് എടുക്കണം. Then നമുക്ക് ഈ രണ്ട് ഇക്വേഷനിലെയും m dm by dr1 and m dm by dr2 എന്ന ടേംസ് കിട്ടാനായിട്ട് again നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്തതുപോലെ ടാബുലാർ കോളം വരയ്ക്കാം. പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ M dm by dr1, dm by dr2, m into dm by dr1, m into dm by dr2. ടാബുലാർ കോളം വരയ്ക്കാം. തന്നേക്കുന്ന സ്ട്രക്ചറിനെ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒറിജിൻ എടുക്കുക, ലിമിറ്റ് എടുക്കുക, മൊമെന്റ് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു r1 എടുക്കണം, r2 എടുക്കണം. Okay. Then m into dm by dr1 and m into dm by dr2 ടേംസ് കിട്ടും. ആ ടേംസിനെ നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക, ഡിറ്റർമിൻ r1 and r2. Okay. The last step, നമുക്ക് redundant force കിട്ടിക്കഴിഞ്ഞാൽ other reaction components can be calculated by using conditions of equilibrium. നമ്മുടെ unknown redundant force r1 and r2 equilibrium equations യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള unknown reactionsനെ conditions of equilibrium യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് ബീംസും ഫ്രെയിംസും അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് ഓരോ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. First question, determine the reaction components in the beam shown in figure. EI is constant throughout. നിങ്ങൾക്ക് തന്നേക്കുന്ന ബീമിന്റെ റിയാക്ഷൻ കമ്പോണൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നേക്കുന്ന ബീമിന്റെ സപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. സോ ഇവിടെ തന്നേക്കുന്ന ബീമിൽ എ ഫിക്സ്ഡ് സപ്പോർട്ട് ആണ്. സോ അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ RA and MA. Then B hinged with roller support ആണ്, സപ്പോർട്ട് റിയാക്ഷൻ RB മാർക്ക് ചെയ്തു. ഇനി സൊല്യൂഷനിലോട്ട് കിടക്കാം. സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത അനാലിസിസ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദി ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി IE കാൽക്കുലേറ്റ് ചെയ്യുക യൂസിംഗ് ഫോർമുല ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r. ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്. തന്നിക്കുന്ന ബീമിൽ 3 അൺനോൺ റിയാക്ഷൻസ് ആണുള്ളത്. സോ ക്യാപിറ്റൽ R is 3. സ്മോൾ r number of equilibrium equations. ഈ പെർട്ടിക്കുലർ ബീമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ രണ്ടെണ്ണേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സിഗ്മ Fy is equal to 0 and sigma M is equal to 0. So number of equilibrium equations 2. So degree of static indeterminacy 3 minus 2 1. Okay. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിന്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1 ആണെന്ന് കിട്ടി. Which means ഈ സ്ട്രക്ചറിൽ ഒരു റിഡണ്ടന്റ് ഫോഴ്സ് ആണ് ഉള്ളത്. Then second step എന്ന് പറയുന്നത് fix the redundant force. ഈ ബീമിലെ അൺനോൺ റിയാക്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം റിഡണ്ടന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ റിഡണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്തത് RB ആണ്. ഓക്കെ, then third step, apply equilibrium equation in strain energy method. strain energy methodൽ degree of indeterminacy 1 ആണെങ്കിൽ equilibrium equation എന്ന് പറയുന്നത് 1/EI into integral M dm by dr is equal to 0. ഇവിടെ ഞാൻ റിഡണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്തത് RB ആണ്. സോ ഇതിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് 1/EI into integral M dm by drB into dx is equal to 0. ഓക്കെ, ഇനി ഈ ഇക്വേഷനിലെ M into dm by drB എന്ന ടേം കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ടാബുലാർ കോളം വരച്ചു. പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, മൊമെന്റ്, dm by drB, M into dm by drB. സോ പോർഷൻ ഇവിടെ 3 പോർഷൻ ആണുള്ളത്, AD, DB ആൻഡ് BC. ഫസ്റ്റ് AD എന്ന പോർഷൻ എടുക്കുക. AD യുടെ ഒറിജിൻ D ആയിട്ട് എടുക്കുക. ഓക്കെ, then ലിമിറ്റ് 0 to 2.
മൊമെന്റ് എടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒറിജിനിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ആ പോയിന്റിന് അബൌട്ട് ആയിട്ട് വേണം മൊമെന്റ് എടുക്കാൻ. നമ്മൾ എപ്പോഴും മൊമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ റിഡണ്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് RB ആണ്. നമുക്ക് dm/dRB ആണ് വേണ്ടത്. അതായത് മൊമെന്റിന്റെ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു RB നമുക്ക് എടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷനിൽ എപ്പോഴും RB എന്ന് പറയുന്ന ടേം വേണം. അതുകൊണ്ട് തന്നെ മൊമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇക്വേഷനിൽ RB എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ AD എന്ന പോർഷനിൽ ഒറിജിനായ ഡിയിൽ നിന്നും ഞാൻ എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡ് ഉള്ള ഫോഴ്സസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് എനിക്ക് RB എന്ന ടേം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെർട്ടിക്കുലർ പോയിന്റിലെ റൈറ്റ് സൈഡ് ഫോഴ്സ് കൺസിഡർ ചെയ്ത് വേണം മൊമെന്റ് എടുക്കാൻ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് റിഡണ്ടന്റ് ആയിട്ടുള്ള RB എന്ന ടേം നമ്മുടെ ഇക്വേഷനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഞാൻ റൈറ്റ് സൈഡ് ഫോഴ്സസ് ആണ് മൊമെന്റ് എടുത്തത്. സോ റൈറ്റ് സൈഡിൽ 60x minus RB into x plus 2 plus 30 into x plus 4 എന്ന് വരും. ഇനി ഈ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു RB എടുക്കുക. RB യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ, സിമിലർലി DB എന്ന പോർഷൻ കൺസിഡർ ചെയ്യാം, BC എന്ന പോർഷനും കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് m into dm/drb ഓരോ പോർഷനിലും m into dm/drb എന്ന ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക, ഫൈൻഡ് RB. ഓക്കെ, ദെൻ RB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിഡണ്ടന്റ് ഫോഴ്സ് നമുക്ക് കിട്ടി. ബാക്കിയുള്ള അൺനോൺ റിയാക്ഷൻസിനെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിഗ്മ Fy is equal to 0 and sigma m. ബാക്കിയുള്ള അൺനോൺ റിയാക്ഷൻസിനെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Then next നമുക്കൊരു കണ്ടിന്യൂസ് ബീം എങ്ങനെയാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. Determine the reaction components in the continuous beam shown in figure. Flexural rigidity is constant throughout. ഒരു കണ്ടിന്യൂസ് ബീം ആണ് തന്നിരിക്കുന്നത്. ഈ കണ്ടിന്യൂസ് ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. A hinged support ആണ്, സപ്പോർട്ട് റിയാക്ഷൻ RA. B hinged with roller ആണ്, സപ്പോർട്ട് റിയാക്ഷൻ RB. C hinged with roller, സപ്പോർട്ട് റിയാക്ഷൻ RC. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r, നമുക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡണ്ടന്റ് ഫോഴ്സ് ഫിക്സ് ചെയ്യുക. എപ്പോഴും ഒരു കണ്ടിന്യൂസ് ബീം ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ നടുക്കുള്ള റിയാക്ഷനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. സോ ഞാൻ RB ആണ് റിഡണ്ടന്റ് ആയിട്ട് ഫിക്സ് ചെയ്തത്. ഇനി ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ബീം ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ നടുക്കുള്ള റിയാക്ഷനെ റിഡണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്താൽ ബാക്കിയുള്ള സപ്പോർട്ട് റിയാക്ഷനെ റിഡണ്ടന്റിന്റെ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് RA and RC in terms of RB കാൽക്കുലേറ്റ് ചെയ്യുക by using conditions of equilibrium. ക്ലിയർ ആയോ? നമ്മൾ ഏത് ഫോഴ്സിനെയാണോ റിഡണ്ടന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ആ ഫോഴ്സിന്റെ ടേംസിൽ മറ്റ് സപ്പോർട്ട് റിയാക്ഷൻസിനെ കൊണ്ടുവരിക. സോ ഞാൻ RA and RC നെ in terms of RB കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് RC 20 minus RB by 2 and RA 40 minus RB by 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് 1/ei into integral m dm/drb into dx is equal to 0. ഇക്വിലിബ്രിയം ഇക്വേഷനിൽ m into dm/drb എന്ന ടേം കിട്ടാനായിട്ട് again ഞാൻ ടാബുലാർ കോളം വരച്ചു. പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ M, dm/drb, m into dm/drb. ശ്രദ്ധിക്കുക, എനിക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മൊമെന്റ് ഇക്വേഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു RB ആണ് എടുക്കേണ്ടത്. സോ നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷനിൽ RB എന്ന ടേം വരാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടെയും 3 പോർഷൻ ആണുള്ളത്. ഞാൻ ഫസ്റ്റ് പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. AD എന്ന പോർഷൻ കൺസിഡർ ചെയ്തു. AD യുടെ ഒറിജിൻ ഒന്നുകിൽ A ആയിട്ട് എടുക്കുക, D ആയിട്ട് എടുക്കുക. ഇപ്പോ സിമ്പിൾ സപ്പോർട്ട് A സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് A ഒറിജിൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഈസി. സോ A ഒറിജിൻ ആയിട്ട് എടുക്കുക. ലിമിറ്റ് 0 to 4. ഇനി മൊമെന്റ് എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. AD എന്ന പോർഷനിലെ ഒറിജിൻ A ആണ്. സോ Aയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ പോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുക. ശ്രദ്ധിക്കുക, മൊമെന്റ് എടുക്കുമ്പോൾ ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡ് ഉള്ള ഫോഴ്സ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ആകെ RA മാത്രമേ ഉള്ളൂ. സോ മൊമെന്റ് എന്ന് പറയുന്നത് RA into x ആയിരിക്കും. ഇനി RAക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക?
RAയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് RB, that is 40 minus RB by 2. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് dm by drb എന്ന ടേം ഈസിലി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ RAക്ക് പകരം 40 minus RB by 2 into x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് മൊമെന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു RB എടുക്കുക, മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. സിമിലർലി DB എന്ന പോർഷനിലെ BC എന്ന പോർഷനിലെ മൊമെന്റ് എടുക്കുക, ഡെറിവേറ്റീവ് മൊമെന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു RB എടുക്കുക, m into dm by drb എന്ന ടേം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, then ഓരോ പോർഷന്റെയും m into dm by drb എന്ന ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പോർഷനിലെയും m into dm by drb എന്ന ടേം വിത്തിൻ ദ ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് RB. ഓക്കെ, RB കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. RA ആൻഡ് RC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി RA ആൻഡ് RC ഇൻ ടേംസ് ഓഫ് RB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ട്ലി ആ ഇക്വേഷനിൽ RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് RA ആൻഡ് RC. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് അനലൈസ് ചെയ്യുന്നത്. ഫ്രെയിംസ് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.